ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ അഞ്ചിലൊന്ന് കടന്നുപോകുന്ന വളരെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകളുടെ സുരക്ഷ ഇനി ഇറാൻ തീരുമാനിക്കും. കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി പുതിയ നാവിഗേഷൻ മാർഗനിർദ്ദേശങ്ങൾ ഇറാൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സമുദ്രമൈനുകളുടെ ഭീഷണി ഒഴിവാക്കുന്നതിനും വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി റവല്യൂഷണറി ഗാർഡ്സ് ആണ് പുതിയ യാത്രാ ഭൂപടം തയ്യാറാക്കിയത്. കടലിടുക്ക് പൂർണ്ണമായും തുറന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അടച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എങ്കിലും നിശ്ചിത റൂട്ടുകളിലൂടെ ഗതാഗതം നിയന്ത്രിക്കുമെന്നാണ് ഇറാൻ അറിയിക്കുന്നത്. അമേരിക്ക ഇറാനും തമ്മിൽ പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിന് പിന്നാലെയാണ് ഈ പുതിയ നടപടി. ഏപ്രിൽ 8 പ്രഖ്യാപിച്ച കരാർ പ്രകാരം ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ നിന്ന് ഇസ്രയേലും അമേരിക്കയും പിന്മാറണമെന്നും പകരം ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടത്തിവിടാൻ ഇറാൻ അനുവദിക്കണമെന്നുമായിരുന്നു വ്യവസ്ഥ. മേഖലയിൽ ദീർഘകാല സമാധാനം ലക്ഷ്യമിട്ടിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഏപ്രിൽ 10 കപ്പൽ ഗതാഗതം ഭാഗികമായി പുനരാരംഭിക്കുമെന്ന് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. പുതിയ നിർദ്ദേശമനുസരിച്ച് ഒമാൻ കടലിൽ നിന്ന് ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ ലാറക് ദ്വീപിന് വടക്ക് ഭാഗത്തുകൂടി സഞ്ചരിക്കണം. ഗൾഫിൽ നിന്നും പുറത്തു കിടക്കുന്ന കപ്പലുകൾ ദ്വീപിന്റെ തെക്ക് ഭാഗത്തുകൂടിയുള്ള പാത തുടരണം. അപകട സാധ്യതയുള്ള മേഖലകളുമായുള്ള സമ്പർക്കം കുറയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പ്രത്യേക പ്രവേശന എക്സിറ്റ് ഇടനാഴികൾ കപ്പലുകൾ കർശനമായി പാലിക്കണമെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. കൂടാതെ കടലിടുക്കിലൂടെയുള്ള യാത്രയിലുടനീളം ഇറാനിയൻ നാവികസേനയുമായി അടുത്ത ബന്ധം പുലർത്താനും കപ്പലുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ട്രാൻസിറ്റ് ഫീസ് ഈടാക്കാനുള്ള ഇറാന്റെ ആലോചന പുതിയ തർക്കങ്ങൾക്ക് വഴി തുറക്കുകയാണ്. സമാധാന കരാറിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു ഫീസ് ഏർപ്പെടുത്തുന്നതിന് ഒമാൻ ശക്തമായി എതിർക്കുന്നു എന്നാണ് സൂചന. എന്നാൽ കപ്പലുകൾക്ക് ചാർജ് ചുമത്തുന്നതിനുള്ള സംയുക്ത സംവിധാനത്തെക്കുറിച്ച് വാഷിംഗ്ടൺ ആലോചിക്കുന്നുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾക്ക് താൽക്കാലിക ശമനമുണ്ടായി എങ്കിലും കടലിടുക്കിന്റെ നിയന്ത്രണവും സുരക്ഷാ മാനദണ്ഡങ്ങളും സംബന്ധിച്ച ചർച്ചകൾ വരും ദിവസങ്ങളിൽ നിർണായകമാകും. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനെതിരെ വൈറ്റ് ഹൌസ് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. ഹോർമൂസ് കടലിടുക്ക് എത്രയും വേഗത്തിലും സുരക്ഷിതമായും വീണ്ടും തുറക്കണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെടുന്നു. ആഗോള വിപണിയെ ബാധിക്കുന്ന ഇത്തരം നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു വൈറ്റ് ഹൌസിന്റെ പ്രതികരണം. ഇറാനുമായുള്ള മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ചർച്ചാ സംഘത്തെ ഈ വാരാന്ത്യത്തിൽ പാകിസ്ഥാനിലേക്ക് അയക്കും എന്ന് കരോലിൻ ലീവിറ്റ് അറിയിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് സംഘത്തെ നയിക്കുന്നത്. വാൻസിനൊപ്പം സ്പെഷ്യൽ എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫ്, സീനിയർ അഡ്വൈസർ ജാരഡ് കുഷ്ണർ എന്നിവരും പ്രതിനിധി സംഘത്തിൽ ഉണ്ടാകുമെന്ന് കരോലിൻ ലീവിറ്റ് സ്ഥിരീകരിച്ചു. എന്തായാലും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതിനെ തുടർന്ന് വലിയ പ്രതിസന്ധിയിലാണ്, വലിയ ആശങ്കയിലാണ് ലോകം ഒന്നാകെ. ശത്രുരാജ്യങ്ങൾക്ക് മാത്രം കടന്നുപോകാൻ ശത്രുരാജ്യങ്ങൾക്ക് ഇപ്പോഴും നിയന്ത്രണമുണ്ട് എന്ന് ഇറാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ത്യക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഇന്ത്യൻ കപ്പലുകൾക്ക് നല്ല രീതിയിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ കടന്നു പോകാം എന്നും സൂചനകൾ എന്നും തീരുമാനങ്ങൾ ഇറാൻ അറിയിച്ചിരുന്നതാണ്. പക്ഷെ വീണ്ടും ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടത് അത് ലോകത്തിനൊന്നടങ്കം പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും കൂടുതൽ ഉണ്ടാക്കാതെ ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിൽ സമാധാനപരമായി മുന്നോട്ട് പോയി ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ലോക സമാധാനം കൊണ്ടുവരണം എന്ന് തന്നെയാണ് ലോകം ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അത് അടുത്തുള്ള ദിവസങ്ങളിൽ, അടുത്തുള്ള മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലും തന്നെയാണ് ലോകം മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.